മലപ്പുറം എളങ്കൂരിൽ യുവതി തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് വീട്ടുകാർ. നിലമ്പൂർ സ്വദേശിനി വിഷ്ണുജിയുടെ മരണത്തിൽ പോലീസ് കേസെടുത്തു. ഒളിവിലായിരുന്ന ഭർത്താവ് പ്രബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ വിശദാംശങ്ങളുമായി അരവിന്ദൻ ചേരുന്നുണ്ട്. അരവിന്ദൻ, ഇപ്പോൾ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇനിയുള്ള പോലീസ് നടപടികൾ എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ. അല്പസമയം മുമ്പാണ് ഇളങ്കൂരിലെ വിഷ്ണുജ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭർത്താവ് പ്രബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രബിൻ ഒളിവിലായിരുന്നു. വ്യാഴാഴ്ചയാണ് വിഷ്ണുജ ഭർത്താവിന്റെ വീട്ടിൽ, മഞ്ചേരിയിലെ ഇളങ്കൂരിലെ വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജനലിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടത്. അതേസമയം വിഷ്ണുജയുടെ പിതാവ് ആരോപിക്കുന്നത് നിരന്തരമായ പീഡനം ഈ യുവതി ഏറ്റുവാങ്ങേണ്ടി വന്നു. വിവാഹം 2 വർഷം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്, പ്രബിന്റെയും വിഷ്ണുജയുടെയും വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം നിരന്തരം സൗന്ദര്യമില്ലാത്തതിന്റെ പേരിലും അതുപോലെ തന്നെ ജോലി ഇല്ലാത്തതിന്റെ പേരിലും നിരന്തരം ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും പീഡിപ്പിച്ചിരുന്നതായി വിഷ്ണുയുടെ പിതാവ് പറയുന്നു. എന്തായാലും മൃതദേഹം കിടപ്പുമുറിയിലെ ജനലിൽ തൂങ്ങിയ നിലയിലായിരുന്നു കണ്ടത്. കാല് നിലത്ത് തൊട്ടിരുന്നതായും മൃതദേഹത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായും പിതാവ് ആരോപിച്ചിരുന്നു. എന്തായാലും സംഭവത്തെ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. തുടർന്ന് വിഷ്ണുജയുടെ സുഹൃത്തുക്കൾക്ക് വിഷ്ണുജ അയച്ച സന്ദേശങ്ങൾ, വാട്സപ്പ് സന്ദേശങ്ങളെല്ലാം പോലീസ് കണ്ടെടുത്തിരുന്നു. ഇതിലെല്ലാം താൻ അനുഭവിക്കേണ്ടി വന്ന നിരന്തര പീഡനത്തെക്കുറിച്ച് സൂചിപ്പിച്ചതായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് പ്രബിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ആതിര.